എല്ലാവർക്കും നമസ്കാരം. കാസർഗോഡ് ജില്ലയിൽ സ്നേഹാലയം പോലുള്ളൊരു ഓൾഡ് ഏജ് ഹോം ഉണ്ട് എന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നുള്ളത്. ഞാൻ ഇതുവരെ വിചാരിച്ചത് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ മറ്റ് കർണാടക അതേപോലെ തന്നെ മറ്റു ജില്ലകളിൽ മാത്രമാണ് ഇങ്ങനെയുള്ള വയസ്സായവർക്ക് ഉപകാരപ്പെടുന്ന തരത്തിലുള്ള ഈ ഓൾഡ് ഏജ് ഹോമുകൾ ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് അറിയുന്നുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ സ്നേഹാലയത്തിലേക്ക് വരുന്നുള്ളത്. സ്നേഹാലയത്തിലേക്ക് വരുമ്പോൾ ഞാനൊരു ചെറിയൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഒക്യുപ്പേഷനുള്ള ഒരു സ്ഥലം ആയിട്ട് മാത്രമായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ലിറ്ററലി എൻ്റെ മൈൻഡ് ചേഞ്ചായി. ഇവിടെ ഞാൻ എൻ്റെ ഒരു പ്രതീക്ഷയ്ക്ക് അപ്പുറമായിരുന്നു ഈ സ്നേഹാലയത്തിൻ്റെ മൊത്തത്തിലുള്ള കാര്യങ്ങളുണ്ടായിരുന്നത്. ഇവിടുത്തെ ഡോക്ടേഴ്സ് ആവട്ടെ മറ്റുള്ളവരാവട്ടെ എല്ലാവരും നല്ല രീതിയിലായിരുന്നു ഇവിടുത്തെ പേഷ്യൻസിനെയും മറ്റുള്ളവരെയും ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നത്. വളരെ ക്ലീനും ഹൈജീനിക്കുമായൊരു സ്ഥലമായിരുന്നു നമ്മുടെ സ്നേഹാലയം എന്ന് പറയുന്നുള്ളത്. നിരവധി ആൾക്കാർ ഇപ്പം മെൻ്റലി ഡിസേബിളായ പലർക്കും എന്ത് ചെയ്യണമെന്നറിയാതെ വഴിയോരങ്ങളിലും തെരുവോരങ്ങളിലും അവർ കിടന്നുറങ്ങുമ്പോൾ അവർക്കൊരു താണും തണലായും നിൽക്കുന്നൊരു സ്ഥലമാണ് നമ്മുടെ സ്നേഹാലയം, ഈ ഓൾഡ് ഏജ് ഹോം എന്ന് പറയുന്നുള്ളത്. ഇവിടെ വന്നതിന് ശേഷം മെൻ്റലിയും അതേപോലെ പല കാര്യങ്ങളിലും ചിന്തിക്കാൻ തുടങ്ങി. നമ്മുടെ നമ്മുടെ നാട്ടുകളിലും അതേപോലെ തന്നെ ടൗണുകളിലും കാണുന്നവരെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി തുടങ്ങി. ഇതുവരെ ഞാൻ ഇവരെ കാണുമ്പോൾ ജസ്റ്റ് അവോയ്ഡ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നത്. ഇനി നമ്മൾ ഇതിനെ കാണുമ്പോൾ ഈ സ്നേഹാലയം എന്നുള്ള സ്ഥലം നമ്മളെ മനസ്സിലേക്ക് ഓർമ്മ വരികയും നമ്മളിൽ പുതിയൊരു അനുഭവമാണ് ഇവിടുന്ന് നമുക്ക് തരാൻ വേണ്ടി കഴിഞ്ഞത്. ലിറ്ററലി ഇറ്റ്സ് എ ഗുഡ് പ്ലേസ്, അമേസിംഗ് പ്ലേസ്. ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾ ഇനിയും നമ്മുടെ ജില്ലയിൽ വരണം എന്നാണ് എനിക്കിതിലൂടെ പറയാനുള്ളത്. സ്നേഹാലയം ടീമിന് എൻ്റെ ഒരു ബിഗ് സല്യൂട്ട്. ഹായ്, എൻ്റെ പേര് അഞ്ജന എന്നാണ്. ഞാൻ ഇപ്പോൾ ഐടെക്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാണ്. ഞാൻ MSW പാസ് ആയതുകൊണ്ട് തന്നെ ഒരു ഓൾഡ് ഏജ് ഹോം അല്ലെങ്കിൽ റീഹാബിലിറ്റേഷൻ സെൻറ്റർ കുറേ സ്ഥലത്ത് വിസിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ രണ്ടും ഒന്നിച്ചുള്ളൊരു സ്ഥലത്ത് ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ അതിൻ്റേതായൊരു ബെനിഫിറ്റ് ഇവിടെ കൂടുതലാണ്. കാരണം ഒരാളെ കൊണ്ടുവന്നതിന് ശേഷം അവർക്ക് മെൻ്റലി പ്രശ്നമുള്ള ടൈമിൽ അവരെ ഇവിടുന്ന് തന്നെ റീഹാബിലിറ്റേറ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ അവരെ സംരക്ഷിക്കുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് എനിക്കൊരു പുതുമയുള്ളൊരു കാര്യമാണ്. കാരണം അങ്ങനെ ഒരു സ്ഥലത്ത് ഞാൻ ആദ്യമായിട്ടാണ് വിസിറ്റ് ചെയ്യുന്നത് തന്നെ. അതുമാത്രമല്ല ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ഭയങ്കര പീസ്ഫുള്ളാണ്. വെച്ചാൽ കുറച്ച് നല്ല ഉള്ളിലോട്ടായതുകൊണ്ട് തന്നെ വെഹിക്കിൾസിൻ്റെ അവർക്ക് ഡിസ്റ്റർബൻസ് ആവാത്ത രീതിയിലുള്ള പല സൗണ്ട് ആയാലും പേഷ്യൻസിന് ഡിസ്റ്റർബ് ആവാവുന്ന ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. കാരണം അതൊരു കുറച്ച് ഉള്ളിലോട്ടുള്ള സ്ഥലമാണ്. മെയിൻലി ആയിട്ട് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വരുന്ന ആൾക്കാരല്ലാണ്ട് പുറമേ നിന്നുള്ള ആൾക്കാരുടെ ശല്യങ്ങളോ അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളോ ഇവിടെ ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ തന്നെ ഇവർക്ക് ഒരു ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റും, എല്ലാവരോടും സംസാരിക്കാനും ഒക്കെ നല്ല രീതിയിൽ എനിക്ക് കാണാൻ പറ്റി. എന്നുവെച്ചാൽ പല സ്ഥലത്തും പലതും കണ്ടിട്ടുണ്ട്. ഒരു ചെറിയ സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന രീതിയിലാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുള്ളത് തന്നെ. ഇവിടെ അങ്ങനെയല്ല, കുറേ സ്ഥലങ്ങളുണ്ട് അവർക്ക് എക്സ്പ്ലോർ ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് നടക്കാനും അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യാനും. പിന്നെ ഞാൻ ആ വീഡിയോയിൽ കണ്ട പോലെ തന്നെ യോഗ അതേപോലെ പലതരത്തിലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിനും അവരെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അതൊക്കെ നല്ല കാര്യമായിട്ടുണ്ട്.